എവിടെയെങ്കിലും ചടച്ചു കുത്തി ഇരുന്ന് ആ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഇത് പുതിയ വീഞ്ഞാണ്, പുതിയ തുറക്കുടങ്ങളിൽ തന്നെ വെക്കണം. ഇത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്യണം. നമ്മൾ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നല്ലേ പറഞ്ഞു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അപ്പം ആരാണ്? കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ വന്നതല്ല, ദൈവത്തെ നമ്മൾ സന്ദർശിക്കുകയാണ് ചെയ്യണത്. റീച്ച് ഔട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യുകയാണ്, അല്ലാതെ വീടിനകത്ത് കുത്തിയിരിക്കുകയല്ല. അപ്പോൾ ഉടമ്പടിയിൽ വരുന്ന ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെ കാരണം ഇതിൻ്റെ പുതിയ വീഞ്ഞ് അത് എടുത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളല്ല, ഇടി മുഴക്കമുള്ള സാക്ഷ്യങ്ങൾ. എന്താണ്? അവർ പുതിയ വീഞ്ഞ് പുതിയ തോർക്കുടങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. അത് ഇടിവിട്ട് പോലെ ഇറങ്ങി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയല്ലേ. ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്ന പുതിയ വീഞ്ഞ് പുതിയ തുറക്കുടങ്ങളിൽ എല്ലാവരും വെക്കാനും അതുകൊണ്ട് പുതിയ ഫലങ്ങൾ ഉണ്ടാക്കാനും ദൈവം നിങ്ങളെ